കാർഷിക മേഖലയ്ക്ക് അകമഴിഞ്ഞ പരിഗണനയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ മൂന്നാമത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നത്. നാളികേരത്തിന്റെ താങ്ങുവില ഉയർത്തിയ ബജറ്റിൽ റബ്ബർ സബ്സിഡിക്കുള്ള വിഹിതം 600 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. വന്യജീവി ആക്രമണം പ്രതിരോധിക്കാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മേഖലയിലെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക മേഖലയ്ക്കാകെ 971.71 കോടി രൂപ വകയിരുത്തുന്നു. റബ്ബർ കർഷകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി റബ്ബർ സബ്സിഡിക്കുള്ള ബജറ്റ് വിഹിതം 600 കോടിയായി വർദ്ധിപ്പിക്കുന്നു. നെൽകൃഷി വികസനത്തിന് നീക്കിവെക്കുന്ന തുക ഈ വർഷത്തെ 76 കോടിയിൽ നിന്ന് 95.10 കോടിയായി ഉയർത്തുകയാണ്. സമഗ്രമായ പച്ചക്കറി കൃഷി വികസന പദ്ധതികൾക്കായി 93.45 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര വികസന പദ്ധതികൾക്കായി 68.95 കോടി രൂപ വകയിരുത്തുന്നു. നാളികേരത്തിന്റെ താങ്ങുവില 32 രൂപയിൽ നിന്ന് 34 രൂപയായി ഉയർത്തുന്നു. നാളികേര വികസന പദ്ധതിക്കായി 60.85 കോടി രൂപ വകയിരുത്തിയ ബജറ്റിൽ നാളികേരത്തിന്റെ താങ്ങുവില 32 രൂപയിൽ നിന്നും 34 രൂപയാക്കി ഉയർത്തി. നെൽകൃഷിക്കായി 95 കോടിയും പച്ചക്കറി കൃഷിക്ക് 93.45 കോടിയും ബജറ്റിൽ നീക്കിവച്ചു. സ്മാർട്ട് കൃഷിഭവനുകൾക്ക് 10 കോടിയും കാർഷിക കർമ്മസേനയ്ക്ക് 8 കോടിയും വിള ഇൻഷുറൻസിന് 30 കോടിയും തൃത്താലയ്ക്കും കുറ്റ്യാടിക്കും നീർത്തട വികസനത്തിന് 2 കോടി വീതവും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ തടയാനും നഷ്ടപരിഹാരത്തിനുമായി ആകെ 50.85 കോടി രൂപ അനുവദിച്ചു. വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ താൽക്കാലികമായി ശക്തിപ്പെടുത്തുന്നതിനും രൂപീകരിക്കുന്നതിനും പദ്ധതി തുകയായ 30.85 കോടി രൂപ അതിൽ നിന്നധികമായി 20 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് 50.85 കോടി രൂപ ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിക്കുന്നു. വനം വന്യജീവി മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി നബാർഡ് വായ്പയുൾപ്പെടെ 241.66 കോടി രൂപയാണ് വകയിരുത്തിയത്. വനസംരക്ഷണ പദ്ധതിക്കായി 25 കോടിയും ഇക്കോ ടൂറിസം പദ്ധതിക്ക് 7 കോടി രൂപയും സംസ്ഥാനത്തെ 16 വന്യജീവി കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് 4.76 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.